മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ചേരുന്നത്. മിനിസ്റ്റർ, ഡൈവിംഗ് ടെസ്റ്റിൽ പ്രതിഷേധം പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിനൊരു പരിഹാരം എന്താണ് മിനിസ്റ്റർ? മലയാള മനോരമ ന്യൂസ് ചാനലുകാര് കൊടുത്തൊരു തെറ്റായ വാർത്തയാണിത്. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ വിശദമായി കേൾക്കണം. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റും. എന്താ, താങ്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്നെ. 60 ലൈസൻസാണ് ഒരു സ്ഥലത്ത് ഒരാൾ കൊടുക്കുന്നത്. അതായത് അവർ പറയുന്നുണ്ട് 120, 180 ലൈസൻസാണ് കൊടുക്കുന്നത്. അപ്പൊ 2 ഉദ്യോഗസ്ഥന്മാർ 60. അപ്പൊ രാവിലെ 8:30 മണിക്ക്, വളരെ ശ്രദ്ധയോടെ ജനങ്ങളും കേൾക്കണം, 8:30 മണിക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നു. ഇടുക്കി ജില്ലയിൽ അത് 9:30 മണിക്കാണ്. മലയോര മേഖലയാണ്ട് അവിടെയൊക്കെ 9:30 മണിക്ക് ആരംഭിക്കും. 1:30 മണിയോടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. 60 പേർക്ക് കൊടുക്കുന്നത് ഒരു ക്രമക്കേടാണ്. 60 പേരെന്ന് പറയുമ്പോൾ 6 മണിക്കൂറിൽ 60 ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ 10 ലൈസൻസ് കൊടുക്കുകയാണ്. 1 മണിക്കൂർ നമ്മളെല്ലാം സംബന്ധിച്ച് ഒരു മണിക്കൂറിന് 60 മിനിറ്റാണ്. ഈ മറ്റുള്ളവർ ചില ആളുകളെ സംബന്ധിച്ച് 120 മിനിറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ 60 മിനിറ്റ് ആണ് ഇന്റർനാഷണലി ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്. ആ 60 മിനിറ്റിനുള്ളിൽ 10 ലൈസൻസ് പറയുമ്പോൾ ഒരു ലൈസൻസിന് പുറത്ത് 6 മിനിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഒരു ലൈസൻസ് കൊടുക്കാൻ 6 മിനിറ്റ്. ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ലോജിക്ക് ഒന്ന് ചിന്തിക്കുക. 6 മിനിറ്റാണ്. 6 മിനിറ്റിൽ കേന്ദ്ര നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കണം. ഈ ഗ്രൗണ്ട് ടെസ്റ്റ്, എന്ന് പറയുന്നില്ല, ഗ്രൗണ്ട് ടെസ്റ്റ്, പിന്നെ ചോദ്യാവലി, അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ ഡ്രൈവിംഗ് ആൾക്കാർ അതിന്റെ ആൻസർ, സിഗ്നൽസിനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കണം, അതവർ ആൻസർ ചെയ്യണം. അതിനുശേഷം ഇവരെ റോഡിൽ ടെസ്റ്റ് ചെയ്യണം. റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ആ റോഡ് ടെസ്റ്റ് പാർക്കിങ്, കയറ്റത്തിൽ നിർത്തിയെടുക്കുക, സിക്സ് ആക്ക് ഡ്രൈവിംഗ്, ഇതെല്ലാം കേന്ദ്ര നിയമത്തിൽ പറയുന്നത്. ഇതെല്ലാം ചെയ്യാൻ 6 മിനിറ്റ് മതിയോ എന്ന് താങ്കളൊന്ന് ചിന്തിക്കണം. അല്ല മിനിസ്റ്ററെ, പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതിപ്പോ പല സ്ഥലങ്ങളിലും 150 പേര്, 190 പേരൊക്കെ ടെസ്റ്റിനെത്തി. ഇത് മെയ് 1 മുതലുള്ള പരിഷ്കാരം എന്നാണ് പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തതാണ്. പുറത്ത് യോഗത്തിൽ പങ്കെടുക്കുകയും ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് രഹസ്യം ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കും. ഒരു തടസ്സവുമില്ല. ഈ വന്നിരിക്കുന്നവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കും. ഒരു സംശയം കരുതി വേണ്ട. അല്ല മിനിസ്റ്റർ, അതൊന്നും പറയണേ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അടിയൊക്കെ ആവുന്നുണ്ട്. മലപ്പുറത്തൊക്കെ പോലീസ് വളഞ്ഞിട്ട് അടിക്കുകയാണ്. അതൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഫോക്കസും ഈ വകുപ്പിലെ ചില ആളുകളുടെ ചില പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു കാര്യം. താങ്കൾ ഈ ക്രമക്കേടൊന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഞാൻ ഈ പറഞ്ഞതൊന്ന്, ഞാൻ കള്ളം പറഞ്ഞാണെങ്കിൽ പോട്ടെ, ഞാൻ സത്യം 1:30 മണിയോടുകൂടി ഇത് അവസാനിക്കും. മാക്സിമം 2 മണി. ശരാശരി ഒരു മണിക്കൂറിൽ 10 ലൈസൻസ് എന്ന് പറയുമ്പോൾ 6 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്ന ഈ ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാനാണോ, ആളുകൾ റോഡിൽ പോകുന്ന ആൾക്കാരെ ഇടിച്ചു കൊല്ലാനാണോ? ശരിയല്ല. ആ പരിഷ്കാരത്തിലെ യുക്തി മനസ്സിലായി. അങ്ങയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി. പക്ഷേ ഇത് ഈ സമയത്ത് ഇത്രയധികം ആളുകൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന അസ്വസ്ഥത. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോഴേ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. താങ്കൾ നേരെ പറഞ്ഞോളൂ. ഈ വന്നിരിക്കുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും, ടെസ്റ്റ് നടത്തി കൊടുക്കും. ഞാൻ 24 ഉറപ്പിച്ച് പറയാണ്. ഞാൻ അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളല്ല, ഞാൻ ആലോചിക്കാതെ ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെയല്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്മാരെ ചർച്ച ചെയ്യൂ എന്നുള്ളത് ശരിയാണ്. അല്ല മിനിസ്റ്റർ, ഇന്നിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഇത് നടപ്പാക്കാം എന്ന് തീരുമാനിക്കുന്നപ്പോൾ ആരാണ്? അല്ല, അവരത് കേട്ടപ്പോൾ അങ്ങനെ ധരിച്ചു, അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഒരു സർക്കാരിനെതിരെ ഒരു ബാഡ് മാർക്ക് ഉണ്ടാക്കണം ചിന്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്തുണ്ട്, മനസ്സിലായി. ഇത് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നലെ രാത്രി തന്നെ മലയാള മനോരമ ചാനലിന് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥനാരാണ്? നിശ്ചിതനായ ഉദ്യോഗസ്ഥരെ ലോകത്തിൽ പങ്കെടുത്തു. അതും ഒരു ഓൺലൈൻ മീറ്റിംഗിൽ RTO, ജോയിന്റ് RTO മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജോയിന്റ് RTOയുടെ ചുമതലയുള്ള MD ഇവർ മാത്രം പങ്കെടുത്തൊരു യോഗത്തിൽ ഇത് ഔദ്യോഗിക യോഗമാണെന്നും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് ഡിസ്കസ് ചെയ്തിരുന്നും പറഞ്ഞിട്ടാണ് യോഗം ആരംഭിക്കുന്നത്. അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ആരാണ്? ഏത് കാലത്താണ്? അതുകൂടി താങ്കൾ അന്വേഷിക്കണം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏത് കാലത്താണ്? ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ 40 ലൈസൻസാണ് കൊടുക്കുന്നത്. 2001, 2002 കാലഘട്ടം. ഇത് 60 ആക്കി മാറ്റിയത് ആരാണ് എന്നൊന്നും അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. ഈ 60ന്റെ ലോജിക്ക് മനസ്സിലായോ? ഈ 60 എന്ന് പറഞ്ഞാൽ 60 ഒരു മിനിറ്റിൽ 10 എണ്ണം, 6 മിനിറ്റാണ് ഒരു വണ്ടി. ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, നിയമത്തിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ 6 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന അത്ഭുത പ്രതിഭാസം. ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരും പറ്റിക്കുകയാണ്. അവരെന്താ ചെയ്യുന്നറിയാം? അവരൊരു ലൈസൻസ് എടുപ്പിക്കുക, പിന്നെ 1 മണിക്കൂറിന് 1000, 500 രൂപ, 800 രൂപ വെച്ചിട്ട് വാങ്ങിക്കൊണ്ട് കൈ തെളിയാനൊരു പരിശീലനം. കൈ തെളിയാതെ ലൈസൻസിങ് കയ്യിലെടുക്കുക, പിന്നെ കൈ തെളിയുക. ഇത് ഞാൻ പറയുന്ന യാഥാർത്ഥ്യമല്ലേ? നമ്മളൊരു സാധാരണ മന്ത്രിയൊക്കെ മാറ്റി നിർത്തുക, ഒരു സാധാരണ പൗരൻ തന്നെ ഇത് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ചുറ്റുപാടിൽ? ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാൻ അറിഞ്ഞാത്തതുകൊണ്ട് പിന്നെ കൈ തെളിയാൻ ഡ്രൈവിംഗ് സ്കൂളുകാരന് മണിക്കൂറിന് 500 മുതൽ 1000 രൂപ വരെ കൊടുത്ത് സാധാരണക്കാർ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ ഫലത്തിൽ എന്താണ്?
ഈ പറയുന്ന 3000 രൂപയ്ക്കോ 4000 രൂപയ്ക്കോ അല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന 10-15,000 രൂപയ്ക്കാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ. താങ്ക് യു മിനിസ്റ്റർ. അവർ പറയുന്നത് ഗിയർ, ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കുക, വേറൊരു കാര്യം അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഗിയർ ഇല്ലാത്ത വണ്ടിയിൽ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അന്വേഷിക്കാമല്ലോ, ഇന്ത്യയിൽ കയ്യിൽ ഗിയർ ഇടുന്ന ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടോ? സ്കൂട്ടർ M80 എന്നൊരു മോഡലിലാണ് ഡ്രൈവിംഗ്. ഇവരൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും കബളിപ്പിക്കുകയാണ്, സർക്കാരിനെയും കബളിപ്പിക്കുകയാണ്, സമൂഹത്തെയും വഞ്ചിക്കുകയാണ്. അത് കണ്ടില്ലെന്ന ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? നിയമവിരുദ്ധ പ്രവർത്തനം. ഇന്ത്യയിൽ കയ്യിൽ ഗിയറുള്ള ഒരു വണ്ടി ഉണ്ടാക്കുന്നില്ല ഇപ്പം. എല്ലാം കാലാണ്. നമുക്കറിയാം മോട്ടോർ സൈക്കിളുകൾക്ക് മാത്രമേ ഗിയർ ഉള്ളൂ. മറ്റ് വണ്ടികൾക്കെല്ലാം ഗിയർ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഗിയറാണ്. അതിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് ഗിയർലെസ് വെഹിക്കിളാണ്, ഗിയർ ഇല്ലാത്ത വാഹനങ്ങളാണ്. നമ്മൾ പലപ്പോഴും വണ്ടി നിർത്തുമ്പോൾ കണ്ടിട്ടില്ലേ, താങ്കൾ നിർത്തുമ്പോൾ കയറ്റത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ മുമ്പ് ഇരിക്കുന്ന ആൾ പുറമോട്ട് ഇറങ്ങി വരും. നമ്മളെ വണ്ടിക്ക് ഇടിച്ചു വരുമെന്ന് പേടിച്ച് നമ്മളും ഭയന്നിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? ശരി മിനിസ്റ്റർ. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്കൾ പറയുന്നതൊക്കെ ഒക്കെ നേരായ കാര്യമാണ്. താങ്കൾ പറയുന്നതൊക്കെ യുക്തിഭദ്രമായ കാര്യമാണ്. നമ്മൾ ചോദിച്ചത് ഇന്നുണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ്. ആ പ്രശ്നം തീരുമാനമല്ല. മിനിസ്റ്റർ പറയുകയായിരുന്നു ഇന്നിപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് എന്ന് മിനിസ്റ്റർ 24 പറയുകയായിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല. അതേതോ ഉദ്യോഗ സ്ഥലത്തിൽ നടന്ന ലീക്കാണ്, അതല്ലാതെ ഇന്ന് മുതലാണ് ഒരു തീരുമാനം എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ ഒന്നാകെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് എന്നൊക്കെ കുറച്ചുകൂടി ഗുരുതരമായ പരിശോധനയിലേക്ക് മിനിസ്റ്റർ കടക്കേണ്ടതുണ്ട്. മിനിസ്റ്റർ കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയുമാണ്.